പരിഗണനയിലുണ്ടായിരുന്ന എല്ലാ ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ടു. ഭൂപതിവ് ഭേദഗതി ബില്ലും ഇതിൽ ഉൾപ്പെടുകയാണ്. ഡയറി വെൽഫെയർ ഫണ്ട് ബിൽ, അബ്കാരി ഭേദഗതി ബിൽ, സഹകരണ സൊസൈറ്റീസ് ബിൽ, നെൽവയൽ തണ്ണീർത്തട ഭേദഗതി ബിൽ എന്നിവയിലാണ് ഗവർണർ ഒപ്പിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഒട്ടേറെ വിമർശനങ്ങൾക്ക് കാരണമായതാണ് നിയമസഭ പാസാക്കി അയച്ചിട്ടും ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നു എന്നുള്ളത്. ആ വിവാദം അവസാനിക്കുകയാണല്ലോ. ഇനി ഈ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ? ഗവർണർക്ക് മുമ്പാകെ നിയമസഭ പാസാക്കി സർക്കാർ സമർപ്പിച്ച ബില്ലുകളിലെല്ലാം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ പ്രധാനപ്പെട്ട ലോകായുക്ത ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചു. യൂണിവേഴ്സിറ്റി ഭേദഗതി ബിൽ രാഷ്ട്രപതി തടഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റു ബില്ലുകളാണ് ഗവർണറുടെ പക്കൽ ഇപ്പോൾ 5 ബില്ലുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഭൂപതിവ് ഭേദഗതി നിയമം, തണ്ണീർത്തട ഭേദഗതി നിയമം എന്നിവയാണ് വളരെ പ്രധാനപ്പെട്ടത്. രണ്ടും ഗവർണർ പാസാക്കാത്തത്, പ്രത്യേകിച്ച് ഇടുക്കി ഉൾപ്പെടെ ഭൂപതിവ് ഭേദഗതി നിയമം പാസാക്കാത്ത വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കണമെന്ന ആവശ്യം ഭൂലോടങ്ങളിൽ ഉയർന്നു വന്നതാണ്. അതുൾപ്പെടെയുള്ള ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഗവർണർക്ക് മുന്നിൽ ഇനി ബില്ലുകൾ ബാക്കിയില്ല. സർക്കാരിന്റെ വലിയൊരു പരാതിയാണ് ഇതോടുകൂടി അവസാനിക്കുന്നത്. സഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ അനിശ്ചിതമായി പിടിച്ചുവയ്ക്കുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന വിമർശനമാണ് സംസ്ഥാനത്തെ ഭരണപക്ഷം ഉയർത്തിയത്. ശരി അരുൺ, എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ വിവാദം